ദൈവകാരുണ്യത്തിന്റെ അംശം വറ്റിയിട്ടില്ല എന്നതിന്റെ തെളിവാണ് നമ്മൾ കണ്ണുകളിൽ സൂക്ഷിക്കുന്ന നനവ്. ആ ഒരു അവയവുമായി ബന്ധപ്പെടുത്തിയാണ് കരുണയില്ലാത്ത ഓരോ കാര്യങ്ങളെയും നമ്മൾ സംബോധന ചെയ്യുന്നത് പോലും. കണ്ണിൽ ചോരയില്ലാത്തവർ എന്നൊക്കെ. ഒരു കഥ പറയാം. വളരെ ക്രൂരനായ ഒരു രാജാവ്, ഒരു മനുഷ്യന് പോലും സഹായം ചെയ്യാത്ത അയാൾ ഒരു മത്സരം വെച്ചു. തൻ്റെ 2 കണ്ണുകളിൽ ഏതാണ് വെപ്പ് കണ്ണ് എന്ന് കണ്ടുപിടിക്കുന്നയാൾക്ക് സമ്മാനം കൊടുക്കും. ധാരാളം ആളുകൾ ശരി ഉത്തരം പറഞ്ഞുവെങ്കിലും അയാൾ അതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ സമ്മാനം കൊടുക്കുന്നതിൽ നിന്നും പിന്മാറുന്നുണ്ട്. അവസാനം ഒരു കൊച്ചുകുട്ടി ഈ രാജാവിൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുകയാണ്. അവനെ കണ്ടപ്പോൾ തന്നെ രാജാവ് പുച്ഛത്തോടെ നോക്കി. ഈ കൊച്ചിയിറക്കൻ രാജാവിൻ്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ വലത് കണ്ണാണ് വെപ്പ് കണ്ണ്. അയാൾ ചോദിച്ചു, നിനക്കതങ്ങനെ കൃത്യമായിട്ട് പറയാൻ സാധിക്കും? അപ്പോൾ ആ കൊച്ചുകുട്ടി പറയുന്നു, ആ കണ്ണുകളിലാണ് കൂടുതൽ നനവുള്ളത്, അതുകൊണ്ട് ആ കണ്ണ് നിങ്ങളുടേതല്ല. കരുണയുടെ ആ ഒരു നനവ് കണ്ണുകോണുകളിൽ സൂക്ഷിക്കും.